നാളെയും മറ്റന്നാളുമായി നടക്കാനിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6 വീക്കെൻഡ് എപ്പിസോഡിലേക്ക് സിബിൻ വരുന്നു. അല്ല, ബിഗ് ബോസ് സിബിനെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. എന്തിനു വേണ്ടിയാണത്? വീണ്ടും സിബിനെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റിവിടാനാണോ? ബിഗ് ബോസ് സിബിനെ വിളിച്ച് പറഞ്ഞൊരു കാര്യം, കോൺട്രാക്റ്റ് പ്രകാരം ഞങ്ങളായിട്ട് എഗ്രിമെൻറ്റിലിരിക്കുന്ന സിബിൻ എന്ന വ്യക്തി ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തരേണ്ടതുണ്ട്. അതാണ് നമ്മൾ തമ്മിലുള്ള എഗ്രിമെൻറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും വീക്കെൻഡ് എപ്പിസോഡിൽ സിബിൻ വരണം. ഞങ്ങൾ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് കണ്ടസ്റ്റൻസിനോടും ഒരുപോലെ ബിഗ് ബോസ് കാണുന്ന ജനങ്ങളോടും സിബിൻ പങ്കുവെക്കണം എന്നാണ് സിബിനോട് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിബിൻ പറഞ്ഞു, നിങ്ങൾ പറയുന്ന ഈ കാര്യങ്ങളൊന്നും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഞാൻ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ വിട്ട് വീട്ടിലേക്ക് വന്നു. എനിക്കിവിടെ ഒരു ഫാമിലി ഉണ്ട്. എൻ്റെ അച്ഛനൊരു ഓപ്പറേഷൻ ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ ഇനിയും ബുദ്ധിമുട്ടിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ എന്നെ വിട്ടേക്കു ബിഗ് ബോസ് എന്ന് സിബിൻ അപ്പം തന്നെ റിപ്ലൈ കൊടുത്തതായിട്ടാണ് നമ്മൾ അറിഞ്ഞത്. ഇനിയിപ്പോൾ സിബിൻ വരികയാണെങ്കിൽ എന്താണ് ബിഗ് ബോസ് അവിടെ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിച്ചത്? ഒന്നുമല്ല, ലാലേട്ടൻ്റെ ഒപ്പം സിബിൻ ആ സ്റ്റേജിൽ വന്ന് നിൽക്കും. എന്നിട്ട് കണ്ടസ്റ്റൻസിനോടും ഒരുപോലെ ജനങ്ങളോടും ലാലേട്ടൻ പറയും, ചില മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ സിബിൻ മോൻ ഇവിടെ നിന്ന് പുറത്തായിരിക്കുകയാണ്, ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് സിബിൻ തന്നെ നേരിട്ട് സംസാരിക്കും. അപ്പോൾ സിബിൻ പറയണം, എനിക്ക് ചെറിയ മാനസികമായിട്ട് ചെറിയ ബുദ്ധിമുട്ട് വന്നു, അതുകൊണ്ട് ബിഗ് ബോസിൽ നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കാത്തൊരവസ്ഥ വന്നു, അതുകൊണ്ട് എന്നെ ബിഗ് ബോസ് ഇവിടെ നിന്ന് പുറത്താക്കിയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് പുറത്താവുകയായിരുന്നു. ബിഗ് ബോസിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, എല്ലാ തെറ്റും എൻ്റെ തന്നെയാണ്. ഞാനാണ് ഇവിടെ പ്രൊവോക്ഡ് ആയത്, ഞാനാണ് പൊട്ടിക്കരഞ്ഞത്, ഞാനാണ് ദേഷ്യപ്പെട്ടത്, എല്ലാ തെറ്റും ഞാൻ തന്നെ ഏറ്റെടുക്കുകയാണ്. ബിഗ് ബോസും ലാലേട്ടനും കണ്ടസ്റ്റൻസും ക്രൂ മെമ്പേഴ്സും എന്നെ സഹായിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ, വളരെ നന്ദി എന്നൊക്കെ പറഞ്ഞ് സിബിൻ അവിടെ നിന്ന് പോകണം. ഇമാതിരി ഒരു പരിപാടിയാണ് അവിടെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. നമുക്കറിയാം, ഡിപ്രഷൻ്റെ ഗുളിക ഇതുവരെയും കഴിക്കാത്തൊരു വ്യക്തിക്ക് ആ ഒരു ടാബ്ലറ്റ് എടുത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഫിസിക്കലി മെൻ്റലി സിബിൻ ഫിറ്റല്ല എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കുന്നു. ബിഗ് ബോസിൽ നിന്ന് വന്ന സിബിനെ നമ്മളെല്ലാവരും കണ്ടതാണ്. സിബിൻ തന്നെ ചോദിച്ചതാണ്, ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സിബിൻ്റെ കയ്യിൽ വിത്ത് പ്രൂഫ് എല്ലാം തെളിയിക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. ഇന്നലത്തെ ലൈവിൽ അഖിൽമാരാർ ഇതിനെപ്പറ്റിയൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയാണ് സിബിനെ, ഇത്തരത്തിൽ സിബിൻ്റെ ഭാഗത്താണ് തെറ്റെല്ലാനും. ബിഗ് ബോസ് എല്ലാം ശരിയായിട്ടാണ് ചെയ്തത്. ഇങ്ങനെ ചിത്രീകരിക്കാൻ വേണ്ടി വീക്കെൻഡ് എപ്പിസോഡിലേക്ക് സിബിനെ ക്ഷണിച്ചപ്പോൾ എനിക്ക് പറ്റില്ല, ഞാൻ ഈ ഒരു പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചതാണ്, എനിക്ക് വീട്ടുകാരുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. സിബിൻ ഒഴിഞ്ഞു മാറി. ഈ ഒരു സമയത്താണ് ബിഗ് ബോസ് ഭീഷണിയുടെ ഭാഷ ഉപയോഗിച്ചു വന്നത്. നിങ്ങൾ ഞങ്ങളായിട്ട് എഗ്രിമെൻറ്റിലുള്ളൊരു വ്യക്തിയാണ്, എഗ്രിമെൻറ്റ് തീരുന്നത് വരെ ഞങ്ങൾ എന്തൊക്കെ പറയുന്നു അതൊക്കെ അനുസരിക്കാനായിട്ട് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, അല്ലെങ്കിൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കാണ്. ദെൻ സിബിൻ എന്നാലും അതിനൊന്നും എഗ്രി ചെയ്തിട്ടില്ല. ലാലേട്ടൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് എല്ലാ തെറ്റും ഏറ്റു പറയേണ്ട എന്ത് കാര്യമാണ് സിബിനുള്ളത്? ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറ്റവും കൂടുതൽ വിജയസാധ്യത ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു സിബിൻ. അവിടെ നിന്ന് സിബിൻ്റെ ഗെയിമുകളെല്ലാം എക്സ്പോസ് ചെയ്ത് അദ്ദേഹം ബിഗ് ബോസിന് കൊടുത്ത കണ്ടന്റുകൾക്കൊന്നും 10 പൈസയുടെ വില പോലും കൊടുക്കാതെ ഒരു പട്ടിയെ പോലെ ചവിട്ടി പുറത്താക്കിയില്ലേ? ഇനിയും നിങ്ങളെ ന്യായീകരിക്കാനായിട്ട് സിബിൻ വീണ്ടും ഈ പറയുന്ന ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാശും കൊടുത്ത് വന്നോന്ന് പറഞ്ഞാൽ അതൊന്നും നടപ്പുള്ള കാര്യമല്ല എന്ന് സിബിൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ച് ഈ പറയുന്നത് പോലെ ക്യാഷായിട്ടോ അല്ലെങ്കിൽ വല്ല വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ വല്ല ഓപ്പർച്യൂണിറ്റിയൊക്കെ കൊടുത്ത് സിബിനെ ബിഗ് ബോസിൻ്റെ ഈ പറയുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ കൊണ്ടുവന്ന് ബിഗ് ബോസിനെ വെള്ളപൂശാനായിട്ട് ബിഗ് ബോസ് ശ്രമിക്കുകയാണെങ്കിൽ സിബിൻ അതിന് കൂട്ട് നിൽക്കരുത് എന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. എന്തായാലും ഓരോരുത്തരും ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്തായാലും ചുകഞ്ഞെടുത്ത് അറിയാനായിട്ടുള്ള കഴിവൊന്നും എനിക്കില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം.